തൃശൂർ MLA ആയി രാജൻ ജെ പല്ലൻ സത്യപ്രതിജ്ഞ ചെയ്തു. തൃശൂർ വികസനം ഇനി എന്ത്? കിഴക്കേക്കോട്ട പടിഞ്ഞാറേക്കോട്ട ഫ്ലൈ ഓവറുകളാണ് വികസന ലക്ഷ്യങ്ങളിൽ മുൻപന്തിയിലുള്ളത്. പടിഞ്ഞാറേക്കോട്ട വികസനത്തിനായി ഉമ്മൻചാണ്ടി സർക്കാർ 50 ലക്ഷം രൂപ ടോക്കൺ എമൗണ്ട് വെച്ചിരുന്നു. കിഴക്കേക്കോട്ട വികസനം ഇടത് സർക്കാരും പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ഇതിന് തുടർച്ചയുണ്ടായില്ല. MG റോഡ് വികസനത്തിന് വലിയ പ്രാധാന്യം നൽകും. ജംഗ്ഷൻ വികസനം പൂർത്തിയാക്കി റോഡ് വികസനം ആരംഭിച്ച ഘട്ടത്തിലാണ് മേയർ സ്ഥാനത്തു നിന്നും അന്ന് മാറേണ്ടി വന്നത്. ഇതോടെ റോഡ് വികസനത്തിനായി ഏറ്റെടുക്കാൻ ഒരുങ്ങിയ ഭൂമി തിരിച്ചെടുക്കുന്ന അവസ്ഥ വന്നു. കോട്ടപ്പുറം മേൽപ്പാലം വീതി കൂട്ടാൻ സ്വകാര്യ വ്യക്തികൾ സഹായ വാഗ്ദാനമായി വന്നെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷ ഭരണസമിതിക്ക് സാധിച്ചിരുന്നില്ല. പുഴയ്ക്കൽ പാടത്ത് ഒരു മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കാനുള്ള പദ്ധതി തേറമ്പിൽ രാമകൃഷ്ണൻ MLA ആയിരുന്ന സമയത്ത് ചർച്ച ചെയ്തിരുന്നു. 10 ഏക്കർ സർക്കാർ ഭൂമി ഇതിനായി ലഭിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞിരുന്നു. ഈ പദ്ധതിയും പുനരുജ്ജീവിപ്പിക്കും. കോർപ്പറേഷനുമായി സഹകരിച്ച് മറ്റ് ജംഗ്ഷൻ വികസനങ്ങൾ നടപ്പാക്കും. മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുമ്പോൾ നിലവിലെ സ്ഥലത്തെ ഒരു മരം പോലും മുറിക്കുകയോ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുകയോ ചെയ്യാത്ത വികസനമാകും നടപ്പിലാക്കുക. KSRTC ബസ് സ്റ്റാൻഡ് വികസനത്തിന് വലിയ മുൻഗണനയാണ് നൽകുന്നത്. കൂടാതെ സ്റ്റാൻഡിന് മുൻപിലെ ഗതാഗത കുരുക്ക് തീർക്കാൻ റോഡ് വികസനം സാധ്യമാക്കാൻ ശ്രമിക്കും. ഇവിടെ പുറമ്പോക്ക് ഭൂമിയുണ്ടോ എന്ന് പരിശോധിക്കും. വികസന പ്രവർത്തികൾ മുൻഗണനാക്രമം അനുസരിച്ച് വർഗീകരിക്കും. പ്രവർത്തന കലണ്ടർ തയ്യാറാക്കുമെന്നും രാജൻ ജെ പല്ലൻ മാധ്യമങ്ങളോട് പറഞ്ഞു.